ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീമന്നാരായണീയം ദശകം 74. ഭഗവാന്റെ മധുരാപുരി പ്രവേശം. സംപ്രാപ്തോ മധുരാം ദിനാർദ്ധവികമേ തത്രാന്തരസ്മിൻ വസന്നാരാമേ വിഗിതാശനം സഖിജനേര്യാത പുരീമീക്ഷിതും പ്രാപോ രാജ്യപഥം ചിരശ്രുതി ധൃതവ്യാലോകകൗതൂഹലസ്ത്രീപും സോദ്യതഗണ്യപുണ്യനികളേറാകർഷ്യമാണോനു കിങ് ത്വത്പാദദ്വിധിവത്സരാകസുഭഗാ ത്വത്മൂർത്തിവത് യോഷിത സംപ്രാപ്താ വിലസത്പയോദരരുചോ ലോലാഭവദൃഷ്ടിവത് ഹാരണ്യസ്തുരസ്ഥലീവദയിത്തെ മന്ദസ്മിത പ്രൗഢിവന്നർമല്യോല്ലസിതാഃ കചൗകരുചിവത് രാജത്കലാപാശ്രിതാഃ താസാമാകലന്നപാങ്കവലനേർമോദം പ്രകർഷാദ്ഭുതവ്യാലോലേഷു ജനേഷു തത്ര രചകം കഞ്ചിത് പടീം പ്രാർത്ഥയൻ കസ്തേ ദാസ്യതി രാജകീയവസനം യാഹീതി തേനോദിത സദ്യസ്തസ്യ കരേണ ശീർഷമകൃതാഃ സോപ്യാപപുണ്യാഞ്ജലിം ഭൂയോ വായകമേകമായതമതിം തോഷേണ വേഷോചിതം ദാശാംസം സപദം നിനേത സുകൃതം കോ വേദ ജീവാത്മനാം മാലാഭിസ്തവകൈഃ സ്തവൈരപി പുനർമാലാകൃതാ മാനിതോ ഭക്തിം തേന വൃതാം ദിദേശിത പരാം ലക്ഷ്മീം ച ലക്ഷ്മീപതേം കുബ്ജാമബ്ജവിലോചനാം പതി പുനർ ദൃഷ്ട്വാങ്കരാകേതയാം ദത്തേ സാധു കിലാങ്കരാകമരദാസ്തസ്യാ മഹാന്തം ഹൃദി ചിത്തസ്ഥാം ഋജുതാം അധപ്രദൈതും ഗാത്രേപി തസ്യാഹ സ്ഫുടം കൃണ്ണൻ മഞ്ജുകരേണ താമുദനയ സ്ഥാവജ്ജഗത് സുന്ദരീം താവന്നിശ്ചിത വൈഭവാസ്തവൈഭോ നാത്യന്തപാപാജനാം യത്കിഞ്ചിത് ദദതേ സ്മ ശക്ത്യനുഗുണം താംബൂലമാല്യാട്ടികം ഹൃണ്ണാനക്കുസുമാടി കിഞ്ചന തഥാ മാർഗേ നിബദ്ധാഞ്ജലിർനാദിഷ്ടം ബദഹായതോദ്യ വിപുലാമാർത്തിം വ്രജാമി പ്രഭോ ഏഷ്യാമീതി വിമുക്തയാപി ഭഗവന്നാലേപതാത്ര്യാതയാം ദൂരാത് കാതർയാ നിരീക്ഷതഗതിം സ്തംപ്രാവിശോ ഗോപുരം ആഘോഷാനുമിതത്തദാഗമമഹാഹർഷോ ലളദ്ദേവകീ വക്ഷോജ പ്രകളത്പയോരസമിഷാ ത്വത്കീർത്തിരന്തർഗതാം ആവിഷ്ടോ നഗരീം മഹോത്സവവദീം കോദണ്ഡശാലാം വ്രജൻ മാധുര്യേണനു തേജസാനുപുരുഷേർ ദൂരേണ ദത്താന്തര സ്രഗ്ഭിർഭൂഷിതമർച്ചിതം വരധനുർമാമേദിവാദാത് പുര പ്രാഹൃന്നാഹം സമരോപയ കില സമാക്രാം ക്ഷീരഭാം ക്ഷീരപീം സകം സക്ഷപണോത്സവസ്യ പുരത പ്രാരംഭദുര്യോപമച്ചാബദ്ധം സഹ മഹാധ്വനിസ്തവൈഭോ ദേവാനരോമാഞ്ചയത് കംസസ്യാപി ച വേപതു സ്തദുരിതം കോദണ്ഡഗണ്ഡദ്വയീ ചണ്ഡാഭ്യാഹതം രക്ഷിപൂരുഷവൈരത്കൂലിതോ ഭൂത്വയാം ശിഷ്ടൈർദുഷ്ടജനൈശ്ച ദൃഷ്ടമഹിമാ പ്രീത്യാ ച പീത്യാ തഥാ സംപശ്യൻ പുരസമ്പദം പ്രവിചരൻ സായങ്കരോ വാടികാം ശ്രീദാംനാ സകരാധികാ വിരഹജം
ഖേദം വദൻ പ്രസപന്നാനന്ദൻ അവതാര കാര്യഘടനാത് വാദേശ സംരക്ഷമാം. ശ്രീകൃഷ്ണായ നമ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം. മേ ശരണം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമാം. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീകൃഷ്ണായ നമ. ശ്രീമദ് നാരായണീയത്തിൽ 74-ാമത്തെ ദശകമാണ് പറയുന്നത് ഭഗവാന്റെ മധുരാപുരി പ്രവേശം. കഴിഞ്ഞ ദശകത്തിൽ ഭഗവാന്റെ മധുരാപുരി യാത്രയാണ് വിവരിച്ചത്. ഈ ദശകത്തിൽ നെൽപ്പത്തൂർ ഭട്ടതിരി പറയുകയാണ്, ഭഗവാനെ അവിടുന്ന് പകൽ പകുതി പോയപ്പോൾ മധുരാപുരിയിൽ എത്തിച്ചേർന്നിട്ട് അവിടെ അതിർത്തിയിലുള്ള ഉദ്യാനത്തിൽ താമസിച്ച് ആഹാരാദികൾ നിർവഹിച്ചതിന് ശേഷം കൂട്ടുകാരോടുകൂടി രാജധാനി കാണുവാനായിട്ട് പുറപ്പെട്ടു. ഭഗവാൻ മഹിമ കേട്ടറിഞ്ഞ് ഭഗവാനെ ഒന്ന് കാണുവാൻ കൊതിയുണ്ടെങ്കിലും കംസഭയം കൊണ്ട് ആഗ്രഹം പുറമേ കാണിക്കാതെ പേടിച്ച് കഴിഞ്ഞുകൂടുന്ന പ്രവാസികളുടെ സുഹൃതഫലമായിട്ടാണ് നഗരത്തിൽ സഞ്ചരിക്കുവാൻ ഭഗവാൻ ഒരുങ്ങി പുറപ്പെട്ടതെന്ന് ആണ് ഇവിടെ കാണിച്ചത്. ഭഗവത് ദർശനം സുഹൃത പരിഭാഗം കൊണ്ട് മാത്രമേ കൈവരികയുള്ളൂ. ദശമത്തിൽ 41-ാം അധ്യായത്തിൽ 19-ാമത്തെ ശ്ലോകം മുതൽ 42-ാം അധ്യായത്തിലെ 23 ശ്ലോകം കൂടിയുള്ള ഭാഗത്ത് പ്രതിപാദിച്ച കഥകളാണ് ഈ ദശകത്തിൽ പറഞ്ഞിട്ടുള്ളത്. അടുത്ത ശ്ലോകത്തിൽ നഗരത്തിൽ ഭഗവത് ദർശനത്തിന് വരുന്ന സ്ത്രീജനങ്ങളെപ്പറ്റി വിവരിക്കുകയാണ്. ത്വൽപാദദ്വിവത്സരാഗസുഭഗാസ്ത്വന്മൂർത്തിവയോഷിത സംപ്രാപ്താവിലസൽ പയോധരരുചോ ലോലാഭവദൃഷ്ടിവൽ ഹാരണ്യസ്തദൂര സ്ഥലീവദയിതേ മന്ദസ്മൃത പ്രൗഢിവൻ നർമ്മല്യോലസിതാം കജോഖരുജിവൽ രാജകലാവാസിതാം. അല്ലയോ ഭഗവാനെ, അവിടുത്തെ പാദശോഭ പോലെ സരാഗസുഭകരും അവിടുത്തെ തിരുമേനി പോലെ ലസിക്കുന്ന പയോധരകാന്തി കലർന്നവരും തൃക്കണ്ണ പോലെ ലോലകളും തിരുമാറിടം പോലെ ഹാരിണികളും അങ്ങയുടെ മന്ദസ്മിത പ്രൗഢി പോലെ കളങ്കമറ്റവരും തിരുമുടിയുടെ ഭംഗി പോലെ ശോഭിക്കുന്ന കലാപം കൊണ്ട് രാജിക്കുന്നവരുമായ ആ നഗരസ്ത്രീകൾ അങ്ങയെ വന്ദിപ്പാനായിക്കൊണ്ട് വന്നു ചേർന്നു. ഇവിടെ ഭഗവാനെ കാണുവാനായി കൊതിച്ചു വരുന്ന നാഗരികന്മാർക്ക് പല അംഗങ്ങളിലും ഭഗവത് സ്വാരൂപ്യം കിട്ടിക്കഴിഞ്ഞു എന്ന് ദ്വയാർത്ഥം കൊണ്ട് ഇവിടെ പറയുന്നുണ്ട്. അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ രാജകീയ രചകനെ നിഗ്രഹിക്കുന്നതാണ് പറയുന്നത്. താസാമാകയെന്ന വാങ്കവലനേർ മോദം ഹർഷാത്ഭുത വ്യാലോലേഷു ജനേഷു തത്ര രചകം പഞ്ചിൽപ്പടിം പ്രാർത്ഥയൻ ഹസ്തേ ദാസ്യതി രാജകീയവസനം രാഹീതി തേനോദിത സദ്യസ്തസ്യ കരേണ ശീർഷമഹൃത സോപ്യാപുണ്യാംഗരിം. ഭഗവാനെ അവിടുന്ന് രാജ്യമാർഗത്തിൽ സഞ്ചരിക്കുമ്പോൾ കടാക്ഷ വിക്ഷേപങ്ങളെ കൊണ്ട് ആ നാഗരികന്മാരെ സന്തോഷിപ്പിക്കുവാനായി ജനങ്ങൾ ആനന്ദത്തിലും അത്ഭുതത്തിലും മുഴുകിയപ്പോൾ വഴിയെ വന്ന ഒരു വെളുത്തേടനോട് വസ്ത്രം ചോദിച്ചു. നിനക്ക് രാജാവിൻ്റെ വസ്ത്രം ആര് തരും, കടന്നുപോയെന്ന് അവൻ അധിക്ഷേപിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ തൃക്കൈ കൊണ്ട് അവൻ്റെ തലയറുത്ത് അവന് സദ്ഗതി കൊടുത്തു. ഇതിൽ അത്യുൽക്കടങ്ങളായ പുണ്യപാപങ്ങൾ ഉടൻ ഫലം നൽകുന്നു എന്ന് വ്യക്തമാക്കുവാനാണ് ഭഗവാൻ രചകനോട് വസ്ത്രം ചോദിച്ചത്. പ്രത്യക്ഷമായ നിഷേധത്തിൻ്റെ ഫലം ഉടൻ നൽകുകയും ചെയ്തു. നഗരപ്രവേശനത്തിൽ തന്നെ ഭഗവാൻ അധൃശ്യത്വവും നീതിനിഷ്ഠയും ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുവാനും അത് ഉപകരിച്ചു. ഇനി അടുത്ത ശ്ലോകത്തിൽ നെയ്ത്തുകാരനെയും മാലാകാരനെയും അനുഗ്രഹിക്കുന്നതാണ് പറയുന്നത്. ഭൂയോ വായകമേകമായതമതിം തോഷേണ വേഷോജിതം ദാശ്വാം സംസവദം നിനേഥ സുഹൃതം കോ വേദജീവാത്മനാം മാലാഭിസ്തഭഗൈ സ്തവൈരപി പുനർമാലാകൃതാമാനിതോ ഭക്തിം തേന വൃതാം ദിദേശിധപരാം ലക്ഷ്മീം ച ലക്ഷ്മീപദേ. ഭഗവാനെ അവിടുന്ന്
വിശാലഹൃദയനും സന്തോഷത്തോടെ അണിയുവാൻ പറ്റിയ വസ്ത്രം നൽകുവാൻ തയ്യാറായവനുമായ ഒരു നെയ്ത്തുകാരന് മുക്തി കൊടുത്തു. പിന്നെയും മാല, പൂച്ചെണ്ട്, സ്തുതിഗീതങ്ങൾ എന്നിവയാൽ ഒരു മാലാകാരനാൽ പൂജിക്കപ്പെട്ടവനായിട്ട് അവിടുന്ന് അവൻ വരിച്ച ഉത്തമ ഭക്തിയും അപാരമായ സമ്പത്തും അവന് കൊടുത്തു. ജീവാത്മാക്കളുടെ പുണ്യം ഏതു തരത്തിലുള്ളതെന്ന് ആർക്കും അറിയില്ലെന്നാണ് ഇവിടെ ഭട്ടതിരിപ്പാട് പറയുന്നത്. അടുത്ത 3 ശ്ലോകങ്ങൾ കൊണ്ട് കുബ്ജയെ അനുഗ്രഹിക്കുന്നതാണ് പറയുന്നത്. കുബ്ജാമബ്ജവിലോചനം പഠി പുനർ ദൃഷ്ടാംഗരാഗേദയാ ദത്തേ സാധുകില അംഗരാഗമദാസ്തസ്യാ മഹാന്തം ഹൃദി ചിത്തസ്ഥാമൃജതാമഥ പൃഥയിതും ഗാത്രേഭി തസ്യാ സ്ഫുടം ഗൃഹൻ മഞ്ജുകരേണ താമുദനയൻ ദാവൽ ജഗസുന്ദരീം. അയ്യോ ഭഗവാനെ, അവിടുന്ന് പിന്നീട് വഴിക്ക് സുന്ദരിയായ ഒരു കുഞ്ഞിയെ കണ്ടിട്ട് അവൾ മുന്തിരിക്ക് അംഗരാഗം നൽകിയപ്പോൾ അവിടുന്ന് അവളുടെ ഹൃദയത്തിൽ മഹത്തായ രാഗം, അനുരാഗം വഴിപോലെ പകർന്നു കൊടുത്തുല്ലോ. അനന്തരം അവളുടെ മനസ്സിൻ്റെ വളവില്ലായ്മ ദേഹത്തിനും വെളിവാക്കുന്നതിന് വേണ്ടി വ്യക്തമായി ആ തൃക്കൈ കൊണ്ട് അവളെ പിടിച്ച് ആ മുഹൂർത്തത്തിൽ ജഗത് സുന്ദരിയാകുമാർ മനോഹരമായി ഒന്നും നിവർത്തി. രാഗത്തിന് പകരം രാഗം കൊടുത്തു എന്ന് പറയാനാണ് യുക്തമായത്. അതുപോലെ വളവില്ലാത്ത മനസ്സ് വളഞ്ഞ ശരീരത്തിലിരിക്കുന്നത് യുക്തമല്ല എന്നുറച്ചിട്ട് കൂന് നിവർത്തിയതായും ഇവിടെ പറയുന്നുണ്ട്. ഭഗവാൻ മധുരയിൽ കാല് ഊന്നിയപ്പോൾ തന്നെ അവിടം അത്ഭുത ലീലകൾ കൊണ്ട് തികച്ചും സ്വാധീനമാക്കി കളഞ്ഞു. മേശനം മധുരാവാസികൾക്ക് സിദ്ധിച്ച ഭഗവത് ദർശന സുഖവും ഭഗവത് അനുഗ്രഹവും തനിക്ക് അനുഭവിക്കാൻ കഴിയാതെ പോയതിൽ കവി സ്വയം ദുഃഖിക്കുകയാണ് ചെയ്യുന്നത്. താവൻ നിശ്ചിത വൈഭവാസ്തവ വിഭോ നാത്യന്ത പാപാചന യത്കിഞ്ചിദ്ദതേ സ്മശക്തിനുഗുണം താംബൂലമാല്യാധികം ഗൃഹാന കുസുമാതി കിഞ്ചന തഥാ മാർഗേ നിബദ്ധാഞ്ജലിർ നാദിഷ്ടം ബദഃ യഥോദ്യ വിപുലാ മാർത്തിം വ്രജാമി പ്രഭോ. പൂർവജന്മാർജിതമായ സുഹൃതം കൊണ്ട് മാത്രമേ ഭഗവത് തത്വം അറിഞ്ഞ് ആരാധിക്കുവാൻ സംഗതി വരികയുള്ളൂ. അതില്ലാത്തത് കൊണ്ടാണ് മനുഷ്യൻ പീഡിതനാകുന്നത്. ഇത് മനസ്സിലാക്കി ഈ നിമിഷം മുതൽക്കെങ്കിലും ഭഗവത് ഭജനത്തിന് ഒരുങ്ങുവൻ പാപികളല്ലാത്തവർ എന്നത്രേ സ്വ അനുഭവം മുൻനിർത്തി ഭട്ടതിരി ഉപദേശിക്കുന്നത്. കുബ്ജയുടെ അത്ഭുതകരമായ പരിവർത്തനത്തോടുകൂടി ഭഗവാന്റെ കീർത്തി മധുര രാജധാനിയിൽ എങ്ങും പരന്നു കഴിഞ്ഞതായിട്ട് വിവരിക്കുകയാണ്. അല്ലയോ ഭഗവാനെ, ഞാൻ വന്നോളാം എന്ന് പറഞ്ഞയക്കപ്പെട്ടെങ്കിലും ദൂരത്ത് നിന്നുകൊണ്ട് വിരഹഭീതയായിരിക്കുന്ന ആ കുറിക്കൂട്ടുകാരി നോക്കിക്കാണുന്ന നടത്തത്തോടുകൂടി നിന്തിരുവടി ഗോപുരത്തിൽ കടന്നു. ജനങ്ങളുടെ കോലാഹല ശബ്ദം കേട്ട് അങ്ങയുടെ എഴുന്നള്ളത്തായെന്നറിഞ്ഞ് വർദ്ധിച്ച ആഹ്ലാദം ഉൾക്കൊള്ളുന്ന ദേവകിയുടെ ചുരന്നുപോയ മുലകളിൽ നിന്നും ഒഴുകുന്ന മുലപ്പാൽ എന്ന വ്യാജേന അവിടുത്തെ കീർത്തി മുമ്പേ അകത്തു കടന്നുകൂടി. മധുരയിൽ കടന്നു കാണിച്ച അത്ഭുതങ്ങൾ ഒന്നുമല്ല, കംസോധത്തിന് സന്നദ്ധനായി ഭഗവാൻ എത്തിക്കഴിഞ്ഞു എന്ന് ദേവിക്കുണ്ടാകുന്ന മനസ്സമാധാനമാണ് പ്രാധാന്യമർഹിക്കുന്നത്. ഭഗവത് കീർത്തി മുമ്പേ തന്നെ രാജധാനിയിൽ പ്രവേശിച്ച് ആ കർത്തവ്യം നിറവേറ്റിയതായി കവി പ്രതിപാദിച്ചിരിക്കുന്നുണ്ട്. അടുത്ത പദ്യം കൊണ്ട് ധനുഭംഗം വർണ്ണിക്കുന്നു. ആവിഷ്ടോ നഗരീം മഹോത്സവവതിം കോദണ്ഡശാലാം വ്രജൻ മാധുര്യേണ തേജസാനുപുരുഷൈർ ദൂരേണ ദത്താന്തരാ സഗ്ഭിർഭൂഷിതമർച്ചിതം വരധനുർ മാമേതി വാതാൽപുര പ്രാഗൃഹ്ണ സമരോപയ കിലസമാ പ്രാക്ഷീരഭക്ഷീരഭീ. ഭഗവാനെ അവിടുന്ന് മഹോത്സവം നടക്കുന്ന മധുര രാജധാനിയിൽ പ്രവേശിച്ചതിന് ശേഷം കോദണ്ഡശാലയിലേക്ക് ചെന്നപ്പോൾ മാധുര്യം ഹേതുവായിട്ടോ അതോ തേജസ് കൊണ്ടോ ചാപരക്ഷകന്മാർ ദൂരത്തു നീങ്ങി നിന്നു. വഴി നൽകപ്പെട്ടവനായിട്ട് മാലകളാൽ അലങ്കൃതവും വഴിപോലെ പൂജിക്കപ്പെട്ടതുമായ വിശിഷ്ടമായ വില്ല് തൊടരുതെന്ന് പറയുന്നതിന് മുമ്പായി തന്നെ കടന്നെടുക്കുകയും കുഴയ്ക്കുകയും വലിക്കുകയും ഒടിക്കുകയും എല്ലാം ചെയ്തു കഴിഞ്ഞല്ലോ. ധനുര്യാഗം ദർശിപ്പാനായിട്ടാണ് കംസൻ ഭഗവാനെ ക്ഷണിച്ചു വരുത്തിയത്. വീരപൂജയായ യാഗം ധനുർഭഞ്ജനം മൂലം
പൂർത്തിയാക്കാനാവാത്തതിനാൽ യജമാനു ദോഷമാണ്. ഭഗവാൻ യാതൊരു കൂസലുമില്ലാതെ ആർക്കും തൊടാനും കൂടി അർഹതയില്ലാത്ത ആ വില്ല് കടന്നെടുത്ത് കുലയേറ്റി വലിച്ചു മുറിച്ചത് അത്രയും വേഗത്തിലായിരുന്നു എന്ന് വർണ്ണന കൊണ്ട് വ്യക്തമാക്കുന്ന പട്ടേരിപ്പാട് കംസനിഗ്രഹവും ഉടനെ നിഷ്പ്രയാസം അടുത്തു എന്ന് ഉത്ബോധിക്കുന്ന വിധമാണ് വിവരിക്കുന്നത്. ശകംസക്ഷപണോത്സവസ്യ പുരത പ്രാരംഭ ദുര്യോപമ ശാപധ്വംസമഹാധ്വനിസ്തവ വിഭോ ദേവാനരോമാഞ്ജയൽ ഹംസസ്യാപിതവേഭതുസ്തദുദിത കോദണ്ഡഖണ്ഡാദ്വയീ ചണ്ഡാഭ്യാഹത യക്ഷിപുരുഷരവൈ കൂലിതോ ഭൂൽത്വയാ. ഭഗവാനെ, നാളത്തെ കംസവധോത്സവത്തിന് മുമ്പുള്ള കേളികെട്ട് പോലുള്ള ഇന്ദ്രയോടി വില്ലൊടിച്ച ആ ശബ്ദം ദേവകൾക്ക് രോമാഞ്ചം വളർത്തി. കംസന് അത് കേട്ടുണ്ടായ വിറയൽ മുറിഞ്ഞ വില്ലിൻ്റെ 2 തുണ്ടുകൾ കൊണ്ടും ഊക്കിൽ അടിച്ചു വീഴ്ത്തപ്പെട്ട കാവൽക്കാരുടെ ആത്മനാദം കൊണ്ട് ഇന്ദ്രൊടിയാൽ അതിരറ്റതായി ചെയ്യപ്പെട്ടു. കംസന് തന്നെ തൻ്റെ അന്തകനായിട്ടാണ് ഭഗവാൻ വന്നെത്തിയിരിക്കുന്നതെന്ന് വ്യക്തമായി കഴിഞ്ഞു എന്ന് ഇവിടെ വിവരിച്ചിരിക്കുന്നു. നഗരദർശനം കഴിഞ്ഞ് ഭഗവാൻ പുരോദ്യാനത്തിൽ രാത്രി വിശ്രമിക്കുന്നതാണ് അടുത്ത ശ്ലോകം. ശിഷ്ടേ ദുഷ്ടജനൈശ്ച ദുഷ്ടമഹിമാ പ്രീത്യാ ച ഭീത്യാ തഥാ സമ്പശ്യൻ പുരസമ്പദം പ്രവിചരൻ സായം ഗതോ വാടികാം ശ്രീദാംനാ സഹ രാധികാ വിരഹജം ഖേദം വദൻ പ്രസ്വപൻ ആനന്ദന്നവതാരകാര്യഘടനാ വാദേശ സംരക്ഷമാം. ഭഗവാനെ, അനന്തരം സജ്ജനങ്ങൾ സംതൃപ്തിയോടും ദുഷ്ടന്മാർ ഭയത്തോടും നോക്കിക്കണ്ടറിഞ്ഞ മഹാത്മ്യത്തോടു കൂടിയ അവിടുന്ന് നഗരത്തിൻ്റെ ഐശ്വര്യ സമൃദ്ധി നോക്കിക്കണ്ടുകൊണ്ട് ചുറ്റി നടന്നു. വൈകുന്നേരമായപ്പോൾ പുരോദ്യാനത്തിൽ തിരിച്ചെത്തിയിട്ട് ചങ്ങാതിയായ ശ്രീതാമാവിനോട് രാധയെ പിരിഞ്ഞതിനുള്ള ഖേദം പറഞ്ഞ് കിടന്നുറങ്ങുമ്പോഴും അവതാരകാര്യമായ ഭൂഭാര ശമനത്തിന് വഴി കിട്ടിയതോർത്ത് ആനന്ദിക്കുന്ന അയ്യോ ഗുരുവായൂരപ്പ, അവിടുന്ന് അടിയനെ കാത്തുരക്ഷിക്കണമേ. ശിഷ്ടപരിപാലനവും ദുഷ്ടനിഗ്രഹവുമാണല്ലോ അവതാരകൃത്യം. അതിനും ഇന്നു മുതൽ ഉപായമുണ്ടായെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. കംസവധം അതിൻ്റെ നാന്തി മാത്രമാകുന്നു. ഭഗവാന്റെ ഭക്തവാത്സല്യം ഒഴിയാതെ ഒഴുകുന്നതായി ഇവിടെയും പ്രതിപാദിച്ചിരിക്കുന്നു. ഇത്രത്തോളാണ് ഈ ദശകത്തിൽ പറഞ്ഞിട്ടുള്ളത്. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.